നമസ്കാരം, സ്വാതന്ത്ര്യദിനാശംസകൾ. ഈ ചാനൽ സുഭാഷിതം ഡിജിറ്റൽ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ഫോർവേഡ് ചെയ്യുക. കോട്ടയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ തട്ടകമാണ്. അവർക്ക് വേറൊരു സ്ഥലമില്ല. തൊടുപുഴയിൽ കുറച്ചുണ്ട്, അല്ലെങ്കിൽ ഇടുക്കിയിൽ കുറച്ചുണ്ട്. എന്തായാലും കോട്ടയവും ഇടുക്കിയും വിട്ട് അവർക്ക് കളിക്കാൻ കഴിയില്ല. കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടായതും അവിടെയാണ്, പിളർന്നതും അവിടെ നിന്നാണ്. ആ ഇടുക്കി, പിന്നെ എറണാകുളത്തിൻ്റെ കുറച്ച്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇടുക്കി, എറണാകുളം, കോട്ടയം അങ്ങനെ എടുക്കാം നമുക്ക്. ആ ഒരു മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ, അച്ചായന്മാരുടെ, നസ്രാണി എന്ന് പറഞ്ഞാൽ കളിയാക്കി പറഞ്ഞല്ല, അങ്ങനെ അവരെ പറയാറുണ്ട്, നസ്രാണികളുടെ അച്ചായന്മാരുടെ ഒരു പാർട്ടിയാണ് പ്രധാനമായി. മറ്റുള്ള ആളുകൾക്ക് അതിന് മെമ്പർഷിപ്പ് വളരെ കുറവാണ്. പിന്നെ കുറച്ച് നായന്മാർ, പിന്നെ അതുപോലെ കേരള കോൺഗ്രസ് ബാലകൃഷ്ണനുള്ള ഗ്രൂപ്പിലാണെങ്കിൽ ഗണേശൻ സംഘമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് NSSൻ്റെ കുറച്ച് ആളുകളുണ്ട്. പിന്നെ ബാക്കി എല്ലാത്തിലും കുറച്ച് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളൊക്കെ വളരെ കുറവാണ്. ക്രിസ്ത്യാനികളാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് നിയമസഭയിലും തദ്ദേശ സ്ഥാപനങ്ങളിലും അവരുടെ ശബ്ദം പ്രതിഫലിപ്പിക്കണമെങ്കിൽ, അവർക്ക് നീതി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കോട്ടയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റ് കൊടുത്തേ പറ്റൂ. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും CPIയും തമ്മിൽ ഒരു മൂപ്പിളമ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിനോയ് വിശ്വം തന്നെ രംഗത്ത് വന്നു. ബിനോയ് വിശ്വം തന്നെ പറഞ്ഞു CPI ആണ് രണ്ടാം കക്ഷി, കേരള കോൺഗ്രസ് പറയുന്നു ഞങ്ങളാണ് രണ്ടാം കക്ഷി. അപ്പോൾ ഈ മൂപ്പിളമ തർക്കമുണ്ട്. CPM ആണ് LDFിലെ ഒന്നാം കക്ഷി, അത് കഴിഞ്ഞാൽ CPI ആണ് രണ്ടാം കക്ഷി. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ CPMഉം അനിയൻ CPIയും. പക്ഷേ യഥാർത്ഥത്തിൽ ചേട്ടൻ CPI ആകേണ്ടതായിരുന്നു. പക്ഷേ അവർ കുടുംബം പങ്കുവച്ച് രണ്ടുപേരും കൂടി അടിച്ച് പിരിഞ്ഞതിന് ശേഷം അനിയൻ നല്ല സ്വത്തുണ്ടാക്കി, നല്ല പാർട്ടി കേഡറുണ്ടാക്കി, അനിയൻ വളർന്നു. അല്ലെങ്കിൽ പിന്നെ CPI ആണല്ലോ ആദ്യത്തെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് ആദ്യത്തെ പാർട്ടി. അത് 64 പിളർപ്പിന് ശേഷമാണ് CPM ഉണ്ടാവുന്നത്. ആ CPM ഉണ്ടായി. പക്ഷേ CPM കേരളത്തിൽ CPIയെ വെട്ടിക്കൊണ്ട് വലിയ പാർട്ടിയായി. അപ്പോൾ അനിയൻ കയറി വളർന്നു എന്നുള്ളതാണ്. അതിലൊരു ഈഗോ ഉണ്ട് CPIക്ക്, ഈ അനിയൻ കയറി ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്നത്. എന്നാലും അതവിടെ നിൽക്കുമ്പോൾ തന്നെ CPI രണ്ടാം കക്ഷിയാണ് എന്ന് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. അത് മന്ത്രിയുടെ എണ്ണം എടുത്താലും, ഞങ്ങളെ പരിഗണിക്കുന്നതായാലും, സീറ്റുകൾ നൽകുന്നതായാലും, തദ്ദേശ സ്ഥാപന സീറ്റായാലും ഞങ്ങൾ രണ്ടാം കക്ഷിയാണ്. അത് കോട്ടയത്തായാലും എവിടെ ആയാലും ഞങ്ങൾ രണ്ടാം കക്ഷിയാണ്. ഇതാണ് CPIയുടെയും ബിനോയ് വിശ്വത്തിൻ്റെയും വാദം. ഇതിനെ ശക്തിപ്പെടുത്തുന്ന, ഉപോത്ബലകമാകുന്ന നിയമങ്ങളും ചർച്ചകളും ഘടകങ്ങളും ബഹളങ്ങളും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കോട്ടയം CPI ജില്ലാ സമ്മേളനത്തിൽ നടന്നത്. അവിടെയും അതിശക്തമായ രൂക്ഷമായ വിമർശനം നടന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ ഒരുപാട് സീറ്റെടുത്ത് CPM അങ്ങോട്ട് കൊടുത്തു. ഇപ്രാവശ്യം ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല, നിർബന്ധമായി അങ്ങനെ കൊടുക്കണമെങ്കിൽ CPM സീറ്റ് കൊടുത്തോണം, ഞങ്ങളെ കയ്യിൽ സീറ്റൊന്നുമില്ല, ഞങ്ങൾ മുൻപ് മത്സരിച്ച എല്ലാ സീറ്റും ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയേ പറ്റുമെന്നുള്ള ശക്തമായ വാദത്തിലാണ് CPI. പക്ഷേ CPIയോട് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ബലം പിടിക്കരുത്. കാരണം കേരള കോൺഗ്രസിനും കൊടുക്കണ്ടേ. അവർക്ക് കോട്ടയത്ത്, ഇടുക്കിയിലും എറണാകുളത്തും കൊടുക്കാൻ പറ്റും. അവർക്ക് മലപ്പുറത്ത് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ കാസർഗോഡും കണ്ണൂരും കൊടുത്തിട്ട് കാര്യമുണ്ടോ? 1-2 സ്ഥലം കിട്ടുമായിരിക്കും അവർക്ക്, അല്ലാതെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? തിരുവനന്തപുരത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ടോ? കൊല്ലത്തുണ്ടോ? കൊല്ലത്തില്ല, പത്തനംതിട്ടയിലുണ്ടോ എന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കി ജില്ലകളിൽ അവർക്ക് ഇല്ലല്ലോ. അപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവരെ മത്സരിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ തീർച്ചയായിട്ടും കോട്ടയം എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് തന്നെ വിട്ടുകൊടുക്കാം. കോട്ടയത്ത് അച്ചായന്മാരുടെ സീറ്റുകളിൽ അവർ ജയിച്ച് വരട്ടെ. അതുകൊണ്ടല്ലേ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എപ്പോഴും കേരള കോൺഗ്രസിനല്ലേ കിട്ടുന്നത്. നിമ്മിയും അതുപോലെ തന്നെ ഒരുപാട് ആളുകളൊക്കെ അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ എല്ലാം കേരള കോൺഗ്രസ്സുകാരാണല്ലോ. ഒന്നുകിൽ ജോസഫ് ഗ്രൂപ്പ്, മാണി ഗ്രൂപ്പാണ് കൂടുതലും വന്നിട്ടുള്ളത്, ആണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരള കോൺഗ്രസിനെ വിട്ടുകൊടുക്കാം. കോട്ടയവും ഇടുക്കിയുടെ കുറച്ച് ഭാഗങ്ങളും എറണാകുളത്തിൻ്റെ കോതമംഗലമൊക്കെ പോലുള്ള കുറച്ച് ഭാഗങ്ങൾ, അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുണ്ട്, പിന്നെ മാണി ഗ്രൂപ്പുണ്ട്, അനൂപ് ജേക്കബിൻ്റെ ഗ്രൂപ്പുണ്ട്, ജേക്കബ് ഗ്രൂപ്പുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുണ്ട്. അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. എന്തായാലും ഈ മൂപ്പിളമ തർക്കത്തിൽ ആരാണ് മൂത്തതെന്ന് ആർക്കറിയാം. എന്തായാലും മൂപ്പിളമ തർക്കം നടക്കുമ്പോൾ അതിനെ മാറി നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയല്ല CPM സ്വീകരിക്കേണ്ടത്. അത് പരിഹരിച്ച് തന്നെ പോകണം. അത് പരിഹരിക്കുമ്പോൾ CPIക്കും പരിക്കുണ്ടാവരുത്, കേരള കോൺഗ്രസിനും പരിക്കുണ്ടാവരുത്. എന്നാൽ പരിഹരിക്കാൻ പോകുന്നവർക്ക് ഒരു പരിക്കും ഉണ്ടാകരുത്. ഇതായിരിക്കണം ഫോർമുല.